എന്തോരോ പൊന്നു പറഞ്ഞ അപ്പച്ചനാ. എന്റെ അപ്പച്ച പൊന്നു മോളേന്ന് വിളിച്ചിട്ട് ലാസ്റ്റ് കൊടുക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അല്ലാത്തപ്പോ നീ ഭയങ്കര കൊടുപ്പായിരുന്നു. ഈ കൊടുപ്പ് ചേച്ചി പോയതാണപ്പ ചേച്ചി ചാടാൻ നേരത്തെ ഒന്നും ആ കുഞ്ഞുമോളെ കാണുന്നുണ്ട് വന്നോണ്ടി തെണ്ടി. പൈസന്റെ അപ്പൂപ്പ് അപ്പച്ച 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 ശ്വാസം മുട്ടണ്ടോ? എങ്ങനെ നോക്കൂ ഓരോ പ്രാവശ്യം പോയിട്ട് വരുമ്പോഴേ നീ പറഞ്ഞു അതന്നെ ശരിയാടി. എന്നും ചൂരിൽ മേടിക്കുന്ന ആ 7 രൂപയുണ്ടായിരുന്നു. അയാൾക്കൊരു ചോക്ലേറ്റ് മേടിച്ചിരുന്നു. ഒന്നും വന്നിട്ടില്ലടി. കുറച്ച് തുറന്ന അതെന്തോരം ഉണ്ടായിട്ടാണ് ഒരുണ്ടായ പൈസ ഉണ്ടായിട്ട് നമുക്ക് എത്ര കുറച്ച് മാത്രം ഇപ്പം നമ്മൾ ചുമ്മാ കരയാൻ പറ്റിക്കപ്പെട്ടവർ. ഇനി പക്ഷെ ഒത്തിരി കരയരുത്. ഈ കണ്ണെല്ലാം ഇതായി ഫോട്ടോയ്ക്കകത്തൊക്കെ ഒന്നും കാണാൻ കൊള്ളത്തില്ല. ഇത് വർഷത്തോളം ഇരിക്കുന്ന ഈ ഫോട്ടോ അല്പം പോലെ ഇരിക്കണതാണ്. ഇതുണ്ടല്ലോ ഒരു സന്താനം നിന്റെ അനിയൻ. പറഞ്ഞു എന്റെ മാത്രം നമ്മളും തുറന്നു നീയാന്ന് ഞാൻ പറഞ്ഞ ഒന്ന് വാടി വന്ന എല്ലാവരുടെ പേരിലാകാതിരിക്കുന്നു. അവസാനം നോക്കിയവരുടെ പേര് എല്ലാം എഴുതി വെച്ചു. എന്നാലും മരുമോളെ എന്തായിരുന്നു ശ്രീധരൻ പോരാന്ന് പറഞ്ഞു. ഭയങ്കര അമ്മച്ചി വരുന്നത് അമ്മച്ചി അമ്മച്ചി ഞങ്ങളുടെ അപ്പച്ചൻ അല്ലടി പോയി. അമ്മച്ചി പോയി. അമ്മച്ചി എനിക്ക് സഹിക്കാൻ പറ്റില്ല. അല്ലേ എനിക്ക് തോന്നേ അവിടെ നമ്മുടെ നാത്തൂനെ എന്റെ വിഷം കൊടുത്തു അമ്മയോടി അറിഞ്ഞോടേ ശരിക്കും പറഞ്ഞ കഥയായിരുന്നു. എടുക്കാൻ പറ്റില്ല. ഇത് അടക്കില്ല, ബോക്സിനകത്താക്കിയില്ലല്ലോ, രക്ഷപ്പെട്ടില്ലേ. നമുക്കൊന്നൂടെ കുളിപ്പിക്കാൻ പറ്റത്തില്ല. ഇനി അത് ബോക്സ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണേക്കാം, അത് ഏൽപ്പിക്കാം. നീ ഇപ്പൊ നിനക്ക് ബ്യൂട്ടീഷ്യൻ പണി അറിയാലോ, അതുകൊണ്ട് അതാന്ന് പറഞ്ഞ അങ്ങനെ ചെയ്യാടി. പൊക്കിയും താത്തും നോക്കിയാ മതി. പക്ഷെ നിന്നെ വിശ്വസമില്ല എനിക്ക്. നീ അത് എടുത്തോണ്ട് പോകൂലേ? ഞാന്ന് കുളിച്ചിട്ട് ഊരിട്ട് ചാടി എടുത്തോണ്ട് പോയവളാടി എനിക്ക്. എടി ആണ്ട് വരുന്നടി അവര്. സ്വർണത്തിനൊരു ബുക്കടി ആ പായൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടി. അത് മേലത്തെ പറമ്പെങ്കിലും എനിക്ക് തന്നിട്ട് പോകാറുണ്ട്. അയ്യോ ഈ അപ്പച്ചൻ ജീവിച്ചപ്പോഴും അല്ലയോ മരിച്ചപ്പോഴും ഇനിയിപ്പാണ് പള്ളിയില്. എനിക്കെന്നെ തരാന്നാ വിചാരിച്ചത്. അതെ നന്നായി. പിന്നെ പള്ളിയിൽ കുർബാനയല്ലാണ്. ഇനിയിപ്പോ എന്തൊക്കെ വേണോ? ഞാൻ പൈസ എന്റെ ഭക്തിന്റെ പൈസ ഇല്ല. കൊച്ചിന് ഉടുപ്പ് മേടിക്കാൻ പൈസ ഇല്ലാണ്ടിരിക്കാണ് ഇപ്പൊ. അതല്ലടി എനിക്ക് എന്റെ അനിയന്റെ കാര്യം ഓർത്തിട്ടാടി. കാരണം എടി എന്റെ കെട്ടിയോന്റെ ഷർട്ടും പാൻറ്റും വെനിയും എല്ലാം ഇട്ട് കോളേജിൽ പൊക്കോണ്ടിരുന്നവനാടി അവൻ. എന്നിട്ട് പോലും ആ എഴുതുന്ന സമയത്ത് കുറച്ച് ചേച്ചിമാർക്ക് കൊടുക്കാൻ പറഞ്ഞില്ല. പറഞ്ഞു കിടപ്പ് കണ്ട നാത്തുംപൊടി. നാത്തൂനെ കുറച്ച് ചായ വെച്ചോണ്ടോ? ആ പോയി തോന്നി ചായ വെച്ചോണ്ട് വരുന്നു.
പേടിച്ചിട്ട് വെച്ചിട്ട് എനിക്ക് വരുന്നത് വേണ്ടി ഈ പച്ചക്കറി കൂട്ടി എങ്ങനെ കഴിക്കുന്നത്? ഇറച്ചി മീനില്ല, എനിക്ക് കഴിക്കാൻ പോയി. ഒരു കാരണം നാട്ടുകാർ വിചാരിക്കും നീ അറിയാം. മേക്കപ്പ് എല്ലാം പോയോടി, കണ്ണീര് പറഞ്ഞില്ലടി മേക്കപ്പ് എല്ലാം പോയോടി. ഇവിടെ മേക്കപ്പ് ചെയ്യാൻ പറ്റോടി? എവിടെ അടി? വേണ്ട, ചളങ്ങിയത് ഞാൻ ശരിയാക്കുള്ളൂ, നീ ശരിയാക്കൊന്നും വേണ്ട. വേണ്ട വേണ്ട, നീ ശരിയാക്കണം. വേണ്ട വേണ്ട വേണ്ട, കുഞ്ഞൊന്നാ കൊണ്ടുപോകുന്നോളാം. അങ്ങനെ തോന്നുന്നത് പറയട്ടെ. അപ്പച്ചാ പോയേ 5 സെന്റ് അമ്മയുടെ അമ്മയുടെ പേരിലാന്നാ പറഞ്ഞേ. അമ്മയുടെ പേരിലുള്ള മക്കൾക്ക് കുട്ടൂടി മേടിക്കണ്ട. അതങ്ങനെ അളിയാന്ന് പറഞ്ഞ് ഭയങ്കര പൊളുത്താ പറ്റി. നമ്മള് പറഞ്ഞ സമ്മതിക്കില്ല. അന്നേ പറഞ്ഞു അന്നേരം പറഞ്ഞു ഞങ്ങളൊന്നും നമുക്ക് തരില്ല. നീ അത് ക്ഷീണിച്ചു പോയിട്ടാ. അതിന് വല്ല കഷ്ടാണടി. ആ വീട്ടിരിക്കുന്ന മേക്കപ്പ് മാത്രമുള്ള